കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് RSS മുഖപത്രമായ ഓർഗനൈസറും ദീപികയും തമ്മിൽ ഒരു പൊരിഞ്ഞ പോരിലാണ്. ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ ഓർഗനൈസറിൽ വന്നൊരു ലേഖനമാണ്. അതിൻ്റെ അകത്ത് കേരളത്തിലല്ല, രാജ്യത്ത് സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ക്രൈസ്തവ സഭകളുടെ കീഴിലാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അല്ലാത്തൊരു ആരോപണം ഉന്നയിക്കുന്നത്. കൂടാതെ ഇത് ചർച്ച് നിയമം വഴി ബ്രിട്ടീഷുകാർ നൽകിയതാണ് എന്നും കൂടിയിട്ട് ഈ ലേഖനത്തിലുണ്ടായിരുന്നു. തുടർന്ന് ദീപിക ഇതിനെതിരെ എഡിറ്റോറിയൽ എഴുതുകയുണ്ടായി. ഇത് അവാസ്തവമാണ്, വ്യാജമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന്. അത് വിവാദമായതിന് പിന്നാലെ ഓർഗനൈസർ ആ ലേഖനം പിൻവലിച്ചിരുന്നു. എന്നാൽ അതിലെ ആ പരാമർശങ്ങൾ അല്ലെ ആരോപണങ്ങൾ തെറ്റാണെന്ന് ഓർഗനൈസർ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നീട് ഇന്ന് ഓർഗനൈസറിന് നന്ദി എന്ന പേരിൽ ദീപികയിൽ ഒരു ലേഖനം വരുന്നുണ്ട്. അതിൽ ഓർഗനൈസറിൽ പറഞ്ഞ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തുന്നുണ്ട് സഭയുടെ ഒരു പക്ഷത്ത് നിന്നും. നമ്മൾ ഈ വിഷയമാണ് അടുത്തതായി സംസാരിക്കുന്നത്. അജിംസെ, ഈ ഓർഗനൈസറിൽ ആ ലേഖനം വരുന്നൊരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ നാട്ടിലെ വഖഫുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായിട്ട് നടക്കുന്നു. ആ സമയത്താണ് ഓർഗനൈസറിൽ അത്തരം ഒരു ലേഖനം വരുന്നതും പിന്നീട് പിൻവലിക്കുന്നതും. അതിലൂടെ RSS വ്യക്തമായിട്ട് ലക്ഷ്യം ഇടുന്നത് തന്നെയല്ലേ അടുത്തത് നിങ്ങളാണ് എന്നത് കൂടിയിട്ട്. RSSനെ സംബന്ധിച്ച് ക്രിസ്ത്യൻ ചർച്ചിനോടുള്ള അവർക്കൊരു നിലപാടുണ്ട്, പ്രഖ്യാപിത നിലപാടുണ്ട്. ആ പ്രഖ്യാപിത നിലപാടുണ്ടായിരിക്കുകയാണ് കഴിഞ്ഞൊരു 10-15 വർഷമായി. 15 വർഷമെങ്കിലുമായിട്ട് അവർ ബോധപൂർവം കേരളത്തിലെ ക്രൈസ്തവ സഭയെ, പ്രത്യേകിച്ചും സിറോ മലബാർ സഭയുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാനും അവരുമായി ഒരു റാപ്പോ സൃഷ്ടിക്കാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. RSS നേതൃത്വം നിരന്തരം, ഇപ്പോൾ ജോർജ് ആലഞ്ചേരി കർദിനാൾ എന്ന സമയത്ത് പലവട്ടം ജോർജ് ആലഞ്ചേരിയുടെ ആസ്ഥാനത്ത് പോയിട്ട് അദ്ദേഹവുമായി RSS നേതാക്കൾ, BJP-കാരല്ല, RSS നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ RSSന് ക്രൈസ്തവ ചർച്ചിനോട് ഇന്ത്യ ഒട്ടാകെ ഒരു നിലപാടുണ്ട്. ആ നിലപാട് നേരത്തെ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള നിലപാട് തന്നെയാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കും തന്നെ കേരളത്തിലെ സിറോ മലബാർ സഭയോട് പ്രത്യേകം ശ്രദ്ധിക്കണം. സിറോ മലബാർ സഭയോട് മാത്രമായി ഒരു മമതയും സൗഹൃദവും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിന് പല കോണ്ടെക്സ്റ്റുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കോണ്ടെക്സ്റ്റ് ലവ് ജിഹാദാണ്. കാരണം ലവ് ജിഹാദ് 2 സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഒന്ന് ക്രൈസ്തവ സമുദായത്തെ, മറ്റൊന്ന് ഈഴവ സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. അതിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് വലിയ പിന്തുണ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ലവ് ജിഹാദ് വിഷയത്തിൽ അവർ റെസിപ്രോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അലിഗേഷനോട് അവർ റെസിപ്രോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. KCBCയും അതുപോലെ CBCയെയും പല വട്ടങ്ങളിലായി ലവ് ജിഹാദ് വിഷയങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അത് പലവട്ടം പല കാര്യങ്ങളിലും RSSനും BJPയും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, സിറോ മലബാർ സഭയുമായി ഇങ്ങനെ ഒരു പാലം RSS വയ്ക്കുമ്പോൾ അത് ഉത്തരേന്ത്യയിൽ ആളുകൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഇത് അവിടെ ഒരു വശത്ത് റൈസാക്ക് എന്ന് ആക്ഷേപിക്കുകയും മിഷണറി പ്രവർത്തനങ്ങളുടെയും അതിലെ മതം പരിവർത്തനം നടന്ന ആരോപണത്തിൻ്റെയും പേരിൽ ക്രൈസ്തവരെ ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന RSS എന്തിനാണ് കേരളത്തിലെ ഒരു സഭയുമായി സൗഹൃദം വയ്ക്കുന്നതെന്ന് നോർത്ത് ഇന്ത്യയിലൊരു സാധാരണ സംഖ്യ സംശയിച്ചേക്കാം. അപ്പോൾ ഒരേ വിഷയത്തിൽ ഒരു രാജ്യത്ത് 2 നിലപാട് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൊളാട്രൽ ഡാമേജാണ് ഓർഗനൈസറിൽ വന്ന ആ ലേഖനം. അതിൻ്റെ കാരണം ഓർഗനൈസറിൻ്റെ സബ് എഡിറ്റർക്ക് ചിലപ്പോൾ ഓർക്കണമെന്നില്ല കേരളത്തിൽ ഇങ്ങനെ RSS സിറോ മലബാർ സഭയുമായി ഒരു ബന്ധം വച്ചിട്ടുണ്ട് എന്ന് ഓർക്കണമെന്നില്ല. അവർ കിട്ടുന്നതിൽ അടിച്ചു വിടുന്നതാണ്. ഇപ്പോൾ ഇതിലെ രസകരമായ കാര്യം, ഇത് വിവാദമായതിനെ തുടർന്ന് ഇപ്പോൾ ഈ വഖഫ് ബില്ലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനങ്ങൾ വരുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ചർച്ചിനെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒന്നിലധികം ലേഖനങ്ങൾ വന്നു. ഒന്നിലധികം ലേഖനങ്ങളിലായിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആണ് അതിൻ്റെ ഒരു തിരിച്ചടി അവർക്ക് ലഭിച്ചത്. തിരിച്ചടി മനസ്സിലായത്, അബദ്ധം മനസ്സിലായവർ അത് പിൻവലിക്കുന്നത്. ഇന്ന് ഓർഗനൈസറിൽ മറ്റൊരു ലേഖനമുണ്ട്. 1951 RSSനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച് അതിനെ പുകഴ്ത്തിക്കൊണ്ടൊരു ലേഖനം എഴുതിയ ഫാദർ ആൻ്റണി എന്നു പേരുള്ള ഒരാളെക്കുറിച്ചൊരു ലേഖനമുണ്ട്. അദ്ദേഹം RSSനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. RSSൻ്റെ 25ാം വാർഷികത്തിന് എഴുതിയ പുസ്തകമാണ്. RSS എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്വാഭാവിക പിൻഗാമിയായി ദേശീയതയുടെ വക്താവായി മാറുന്നത് എന്ന് വിശദീകരിക്കുന്നു. അതോടൊപ്പം ആ ലേഖനത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്യൂഡോ സെക്കുലറിസം എന്ന വാക്ക് ആദ്യമായി കോയിൻ ചെയ്യുന്നത് LK അഡ്വാണി പിന്നീട് എടുത്ത് ഉപയോഗിച്ചതാണ്. ആ വാക്ക് കോയിൻ ചെയ്യുന്നത് ഈ ഫാദർ ആൻ്റണിയാണ് എന്ന് അദ്ദേഹം പറയുന്നത്. കൊച്ചി സ്വദേശിയായ അദ്ദേഹം ആണ് ആദ്യമായി സ്യൂഡോ സെക്കുലറിസം എന്ന വാക്ക് കോയിൻ ചെയ്യുന്നത്. അതായത് അവർ ആ ഡാമേജ് കൺട്രോൾ നടത്തുകയാണ്. ആ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച് പോയി അത് റിട്രാക്ട് ചെയ്ത് വീണ്ടും സഭയെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള, സഭയും RSSുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ ഇനി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ഡാമേജ് കൺട്രോൾ ആയിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മൾ ദീപികയിൽ അതിന് വന്ന മറുപടി കൂടി വായിക്കും. ഞാൻ ലേഖനം വായിച്ചിരുന്നു. അതിൽ പല പരാമർശം, അതിൽ വളരെ രോഷാകുലനായിട്ടാണ് പറയുന്നത്. ഓർഗനൈസർ പറയുന്നതൊക്കെ തെറ്റാണ്. ഇത് ചർച്ച് ബില്ലിലൂടെ ബ്രിട്ടീഷുകാർ നൽകിയ ഭൂമിയല്ല ഇത് അങ്ങനെ നൽകിയ ഭൂമിയല്ല എന്ന് ഒരു വശത്ത് പറയും. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സഭ രാജ്യത്തിന് നൽകിയ ചില സംഭാവനകളുണ്ട്. അതായത് വിദ്യാഭ്യാസ രംഗത്ത്, ആതുരസേവന രംഗത്ത് നൽകിയ സംഭാവനകളുടെ പേരിൽ പലതരത്തിലുള്ള ആളുകൾ
സംഭാവനയായി തന്നിട്ടുണ്ട് ഭൂമിയും മറ്റും. ഉദാഹരണത്തിന് തൃശ്ശൂരിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാലയം ഇരിക്കുന്ന സ്ഥലം അത് തരകൻ സ്കൂൾ ശക്തൻ തമ്പുരാൻ ഞങ്ങൾക്ക് നൽകിയതാണ്. അപ്പോൾ അതിൽ അവരെടുത്തു പറയുന്ന കാര്യം, രാജ്യത്തെ സന്മനസ്സുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സഭയ്ക്ക് ധാരാളമായി സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ ശക്തൻ തമ്പുരാൻ എന്തിനാണ് സഭയ്ക്ക് ഈ ഭൂമി കൊടുത്തത്? അത് ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ സംരക്ഷിക്കാൻ ശക്തൻ തമ്പുരാൻ സഹായിച്ചതാണ്. ടിപ്പുവിൻ്റെ ആക്രമണം ഏത് കാലത്താണ് നടക്കുന്നത്? ശക്തൻ തമ്പുരാൻ ഏത് കാലത്താണ് തൃശ്ശൂർ ഭരിച്ചത്? ഈ തരകൻ സ്കൂളിന് ഭൂമി കൊടുത്ത ഏത് കാലം? അതൊന്നും അതിൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു തമാശയുണ്ട്, ഏത് തകർന്ന അമ്പലം കണ്ടാലും അത് ടിപ്പു തകർത്താന്ന് പറഞ്ഞ രീതിയുണ്ട്. ടിപ്പു കേരളം ആക്രമിച്ചത് ഏത് കാലത്താണ്? ശക്തൻ തമ്പുരാൻ എന്നാണ് ഭൂമി കൊടുത്തത്. എങ്ങനെയാണ് സഭ ശക്തൻ തമ്പുരാനെ ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ സഹായിച്ചത്? അതൊന്നും വിശദീകരിക്കുന്നില്ല. എന്നിട്ട് എടുത്ത് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ലേഖന കർത്താവ്, ഈ ഭൂമി തിരിച്ചെടുത്ത് ടിപ്പുവിൻ്റെ പിന്മുറക്കാർക്ക് കൊടുക്കണമെന്നാണോ വിമർശകർ പറയുന്നു? ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ദുരപ്രതിഷ്ഠിതമായ ആരോപണമാണ്. ഇപ്പോൾ ടിപ്പുവിൻ്റെ ആക്രമണത്തിന് എതിരെ ശക്തൻ തമ്പുരാനെ സഹായിച്ചതിൻ്റെ പേരിൽ ശക്തൻ തമ്പുരാൻ കുറച്ച് ഭൂമി സഭയ്ക്ക് കൊടുത്തു. അപ്പോൾ ഈ വിവാദത്തിൻ്റെ പേരിൽ ഇത് തിരിച്ചു പിടിച്ച് ടിപ്പുവിൻ്റെ പിന്മുറക്കാർ, ആരെയാണ് ടിപ്പുവിൻ്റെ പിന്മുറക്കാരെന്ന് ഈ ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സഭാ നേതൃത്വവും RSSും തമ്മിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഈ തർക്കം, ഈ വിവാദം അത് യഥാർത്ഥത്തിലില്ല എന്ന് മാത്രമല്ല, RSSൻ്റെ ഇൻഫ്ലുവൻസ് സിറോ മലബാർ സഭയിൽ മുൻകാലത്തേക്കാൾ കൂടുതൽ ശക്തമാണ്. ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയും കേരളത്തിലെ പശ്ചാത്തലവും മനസ്സിലാക്കാത്ത ഓർഗനൈസറുള്ള ഏതോ സബ് എഡിറ്റർ ചെയ്ത അബദ്ധത്തിൻ്റെ കൊളാട്രൽ ഡാമേജ് മാത്രമാണ്. ആ ഡാമേജ് കൺട്രോൾ പ്രോസസ്സ് RSSും ആരംഭിച്ചിട്ടുണ്ട്, ദീപികയും തുടങ്ങിയിട്ടുണ്ട്. നിഷാദെ, ഈ ലേഖനത്തിൽ തന്നെ വേറൊന്ന് പറയുന്നുണ്ട്. RSS മാത്രമല്ല ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത്. കേരളത്തിലെ മുൻകാല കോൺഗ്രസ് അല്ലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കൂടിയിട്ട് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കൂടിയിട്ട് നല്ല അടിവരായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ ഏതൊക്കെ സർക്കാരുകൾ, ഏതൊക്കെ മന്ത്രിമാർ എന്ന് കൂടിയിട്ട് അത് വിശദമാക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, അതായത് RSSുമായി നമ്മൾ നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ഇടയ്ക്ക് ഓർഗനൈസറിന് ഒരു അബദ്ധം പിണഞ്ഞു, ആ അബദ്ധം ഓർഗനൈസർ തിരുത്തി, ഇനി പേടിക്കാനൊന്നുമില്ല, ഭയപ്പാടിൻ്റെ ഒന്നും കാര്യമില്ല, സമാശ്വാസത്തോടെ ഇരിക്കാം എന്നല്ല കത്തോലിക്ക സഭയുടെ നേതൃത്വം ആലോചിക്കുന്നത്. അവർക്ക് അവരുടെ സ്വത്തിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാണ് നിരന്തരമായി ദീപികയിൽ ലേഖനം വരുന്നത്. അല്ലാത്ത നിലയ്ക്ക് അവർ ഓർഗനൈസറിനെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു നില എടുക്കില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരവേലകൾക്ക് ഒപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ലേഖനങ്ങളുമാണ് അതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ മുഖമാസികയിൽ വന്ന ലേഖനത്തിനെതിരെ, മുഖമാസികയ്ക്കെതിരെ അവർ നിരന്തരമായിട്ട് കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നു. അത് അവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ കേരളത്തിലെ കത്തോലിക്ക സഭയുമായി ഒരു ധാരണയിൽ പോകാൻ BJP ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ സൗത്തിലേക്കുള്ള നമ്മുടെ പെനട്രേഷൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. അതിന് പുതിയ സമവാക്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് കത്തോലിക്ക സഭയുമായിട്ടും ക്രിസ്ത്യൻ മൈനോറിറ്റിയുമായിട്ടും ബന്ധം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേരള സ്ട്രാറ്റജിയാണത്. അതൊരു കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി മാത്രമാണ്. എക്കാലത്തേക്കുമായി അവിടുത്തെ കത്തോലിക്ക സഭയുമായി നല്ല ബന്ധം നിലനിർത്തണമെന്ന് സംഘം ആഗ്രഹിക്കുന്നതേയില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കത്തോലിക്ക സഭയുമായിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയുമായിട്ടോ നല്ല ബന്ധത്തിൽ അവസാനം വരെ പോകാം. നമ്മളും ക്രിസ്ത്യാനികളും ബാക്കിയുള്ളവരാണ് ശത്രുക്കൾ എന്നില്ല, നമ്മൾ ബാക്കിയുള്ളവരെല്ലാം ശത്രുക്കൾ എന്നാണ് അവരുടെ ലൈൻ. അപ്പോൾ കേരളത്തിലേക്ക് വരാനുള്ള ഒരു മാർഗം മാത്രമാണ് ഞങ്ങൾ. വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വത്ത് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം എന്താണ്, വഖഫിനകത്ത് ഇങ്ങനെ ഈ പറയുന്ന നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളുടെ കയ്യിൽ ഈ രാജ്യത്ത്, ഇതൊരു ഹിന്ദു രാഷ്ട്രമാണല്ലോ അവരുടെ വിചാരപ്രകാരം. അപ്പോൾ ഹിന്ദു രാഷ്ട്രമായ ഒരു സ്ഥലത്ത് വഖഫിൻ്റെ കയ്യിൽ ഏക്കർ കണക്കിന്, ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇരിക്കുന്നു. അതെങ്ങനെ ശരിയാവും? അവ പിടിച്ചെടുക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ ആലോചിക്കാം എന്നതിൻ്റെ തുടർച്ചയിലാണല്ലോ വഖഫ് നിയമ ഭേദഗതി വരുന്നത്. അങ്ങനെ ആലോചിക്കുന്ന ഒരു ഭരണകൂടവും അങ്ങനെ ആലോചിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും അടുത്തത് ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് എന്ന് ആലോചിക്കുമെന്നും ആ ആലോചന അവസാനം നിയമ ഭേദഗതിയായും ആക്രമണോത്സുകമായിട്ടുള്ള പദ്ധതികളായും ഞങ്ങളുടെ നേരെ വരുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. കാരണം അവർക്കറിയാം, കഴിഞ്ഞ ദിവസം പോലും ജാർഖണ്ഡിൽ ഒരു ഛത്തീസ്ഗഡിൽ ഒരു വിദ്യാർത്ഥിനിയെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിച്ച് ഒരു നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലിനെതിരെ മതം മാറ്റ നിരോധന നിയമപ്രകാരം കേസെടുത്തു. അവിടെ ആവട്ടെ ആ നഴ്സിംഗ് കോളേജിനെതിരെ പോലും വലിയ വിദ്വേഷ പ്രചരണം നടക്കുകയാണ്. അപ്പോൾ അവരുടെ സ്ഥാപനങ്ങൾ കേരളത്തിൽ മാത്രമല്ലല്ലോ അവർക്ക് താല്പര്യങ്ങളുള്ളത്, കേരളത്തിന് പുറത്തും അവർക്ക് സ്ഥാപനങ്ങളുണ്ട്, സ്വത്തുണ്ട്. അവയോടുള്ള സംഘപരിവാറിൻ്റെ സമീപനം വേറെയാണ്, ഹിന്ദുത്വ സംഘടനകളുടെ സമീപനം വേറെയാണ്. നമ്മൾ വെറുതെ പോയി സെർച്ച് ചെയ്താൽ മതി. ഈ കാലത്തിനിടയ്ക്ക് RSSൻ്റെ മുഖമാസികകൾ, ഇപ്പം നിങ്ങളിപ്പോൾ ഓർഗനൈസറായാലും പാഞ്ചജന്യമായാലും മലയാളത്തിലുള്ള കേസരി ആയാലും ക്രിസ്ത്യൻ മൈനോറിറ്റിക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും ചർച്ചിനുമെതിരായിട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ എണ്ണം വെറുതെ തപ്പി നോക്ക്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ നയം അതാണ്. ആ വഖഫിൽ ഇപ്പം മുന്നമ്പത്തെ മുൻനിർത്തി നമ്മളൊന്ന് കൈയടിക്കുമെങ്കിലും അത് ന്യൂനപക്ഷ മതങ്ങളുടെ സ്വത്തിനകത്ത് ഇടപെടാനുള്ള പരിപാടിയുടെ ഭാഗമാണ്.
അത് അടുത്തത് ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്, വരുമ്പോൾ നമ്മൾ ചില്ലറക്കാരില്ല, നമ്മുടെ ഒരുപാട് സ്വത്തുണ്ട് എന്ന് വിചാരിക്കുന്നു ചർച്ചിൻ്റെ നേതൃത്വം. ആ ഭയപ്പാട് അവരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ ലേഖനത്തിൽ ആ ലേഖനം ചർച്ചിൻ്റെ കയ്യിൽ ഭൂമിയുണ്ട് എന്നുള്ള ലേഖനം പിൻവലിച്ചപ്പോഴും തെറ്റിപ്പോയത് കൊണ്ടാണ് പിൻവലിച്ചത് എന്നെവിടെയും ഓർഗനൈസറിൽ വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ ഓർഗനൈസർ കേരളത്തിൽ മാത്രം വായിക്കുന്ന ഒരു ലേഖനം, ഒരു മാഗസിൻ അല്ല, അത് നോർത്തിലെ സംഘ് അനുഭാവികൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടെടുക്കണം. അവിടെ വലിയ പ്രചരണം നടക്കുന്ന എന്താണ്? ഇവയെല്ലാം ചർച്ച ബില്ലിൻ്റെ ഭാഗമായി കൊടുത്തതാണ്, പാട്ടക്കരാർ കഴിഞ്ഞതാണ്, തിരിച്ചെടുക്കണം എന്നാണ്. അപ്പോൾ അവിടെ ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ വെമ്പിൽ കൊള്ളുന്ന മനുഷ്യരുണ്ട്. പൗരത്വ നിയമം നടപ്പിലാക്കുമ്പോൾ പുറത്തു പോകുന്ന മുസ്ലിങ്ങളുടെ സ്വത്ത് അനുഭവിക്കാൻ കാത്തിരിക്കുന്നവർ, വഖഫ് നിയമ ഭേദഗതിയിലൂടെ നമ്മൾ പിടിച്ചെടുക്കാൻ പോകുന്ന മുസ്ലിം സ്വത്ത് അനുഭവിക്കാൻ കാത്തിരിക്കുന്നവർ, അത് കഴിയുമ്പോൾ ചർച്ച് ബില്ല് കൊണ്ടുവന്ന് ക്രിസ്ത്യാനികൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, കണ്ണായ സ്ഥലങ്ങളിൽ, സ്കൂളും കോളേജും മെഡിക്കൽ കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആയി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് അനുഭവിക്കാൻ കാത്തിരിക്കുന്ന വിദ്വേഷം തലയിൽ നിറഞ്ഞ മനുഷ്യർ നോർത്ത് ഇന്ത്യയിലുണ്ട്. അവരോട് ഇത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്രയുമൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, RSSനെ ന്യായീകരിച്ച അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തെ ഉൾക്കൊണ്ട ബിഷപ്പുമാരെക്കുറിച്ചും പ്രീസ്റ്റുമാരെക്കുറിച്ചൊക്കെ ലേഖനം എഴുതുന്ന ഈ ഓർഗനൈസറിന് എന്തുകൊണ്ട് ചർച്ച് ഞങ്ങൾക്ക് എടുക്കാനുള്ള പ്ലാനൊന്നുമില്ല? കത്തോലിക്ക സഭയുടെ സ്വത്ത് നമുക്ക് വേണ്ട, അത് നമ്മുടെ പ്ലാനിലുള്ള പരിപാടിയുമല്ല, ചർച്ച് ബിൽ ഞങ്ങളുടെ ഉദ്ദേശത്തിലേ ഇല്ല എന്നെവിടെയും പറയുന്നില്ലല്ലോ. ആ ലേഖനം ജസ്റ്റ് പിൻവലിച്ചത് നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ സിനാരിയോയിലെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിന് വേണ്ടിയാണ്. അതിന് പിറ്റേന്ന് നമ്മളെഴുതുന്ന സംസാരിച്ചതിനെക്കുറിച്ച് ഓർഗനൈസർ എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനാവശ്യമായി ഭീതി പടർത്തുന്നതാണ് പറയുന്നത്. എന്നാൽ ഞങ്ങൾ ചർച്ച് ബില്ല് കൊണ്ടുവരാനൊന്നും പോകുന്നില്ല എന്നതിനകത്ത് പറയുന്നില്ല എന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു ഭയപ്പാട് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കിടയിൽ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന അവരാണല്ലോ ഈ സ്വത്തിനെക്കുറിച്ച് കൺസേണുള്ള ആളുകൾ, അവർക്കത് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ അധികാരമാണ് പ്രശ്നമെങ്കിൽ ചിലപ്പോൾ അതുവരെ ഹോൾഡ് ചെയ്തേക്കും. കേരളത്തിലെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അവർക്ക് സ്വാഭാവികമായിട്ടും BJP അങ്ങനെയാണല്ലോ, ഓരോ സ്ഥലത്തേക്കും പെനട്രേറ്റ് ചെയ്യാൻ അവിടെയുള്ള പ്രാദേശിക ശക്തികൾ, ചിലപ്പോൾ മതങ്ങളാവാം, അവിടുത്തെ ലോക്കൽ പാർട്ടീസ് ആവാം, അവരുമായി ബന്ധം ഉണ്ടാക്കുന്നു. ഒരു ഘട്ടം കഴിഞ്ഞാൽ അവയെല്ലാം വിഴുങ്ങുക എന്നാണ് BJPയുടെ നയം. എക്കാലത്തും ഏതെങ്കിലും ഒരു പാർട്ടിയുമായി സഹകരിച്ചു ഭരിക്കുക, സഹകരിച്ചു പോവുക എന്നത് BJPയുടെ RSSന്റെ നയമല്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിന് വേണ്ടി ആളുകളുമായി സഹകരിക്കുക, സഹകരിച്ചു കഴിഞ്ഞാൽ അവരെ വിഴുങ്ങുക എന്നാണ് പ്രാദേശിക പാർട്ടികളുടെ ആയാലും മതങ്ങളുടെ ആയാലും ഒക്കെ അവരുടെ ഒരു സ്ട്രാറ്റജിയും അവരുടെ പ്ലാനും അതാണ്. അതിനെ മുൻകൂട്ടി കാണുന്നുണ്ട് ചില ആളുകൾ. അതുകൊണ്ടാണ് ദീപികയിൽ ലേഖനം വരുന്നത് ഞാൻ കരുതുന്നു. അങ്ങനെ ഭയപ്പെടേണ്ടതുമാണ് എന്ന് RSSൻ്റെയും ഓർഗനൈസറിൻ്റെയും ചരിത്രം വായിക്കുന്ന കത്തോലിക്ക സഭയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് അത് പുറകോട്ട് നോക്കിയാൽ അവർക്ക് ഭയപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് തന്നെ. അതെ, എന്തായാലും ഈ സംഘപരിവാർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഇന്നത്തെ ഒരു എഡിറ്റോറിയൽ കൂടി അല്ല എഡിറ്റ് പേജിൽ വന്ന ലേഖനത്തിൽ കൂടിയിട്ടുള്ള മറുപടി കൊണ്ട് മാത്രം ഇതിവിടെ തീരുമോ എന്നറിയില്ല. നമുക്ക് നോക്കാം.